റോഷൻ വിളിച്ചു കൊല്ലം വരെ പോകണം. അങ്ങനെ ഞാൻ ഇന്നൊരു ചെറിയ വ്ലോഗായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് ഹെൽമെറ്റ് എടുത്തില്ല. ഹെൽമെറ്റ് എടുത്തു. അമ്മ ഞാൻ പോവാ കൊല്ലം വരെ. റോഷൻ്റെ കൂടെ എത്ര ഓടിവിടാന്ന് അറിയത്തില്ല. മഴയൊക്കെ മാറി ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. എഴുകോണ് ചെല്ലണം. എഴുകോണ് റോഷൻ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് അവൻ്റെ കാറിൽ പോകും. മറ്റേ ഹർഷനെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കാനാണ് പോകുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പണി എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഇപ്പം എഴുകോണ് നിൽക്കുകയാണ്. ഇവിടെ നിന്നാണ് റോഷൻ വരേണ്ടത്. ഇതൊരു NH ആണെന്നാണ് പറയുന്നത്. NHൻ്റെ ഒന്നും വലിപ്പമൊന്നും ഇല്ല ഇതിന്. എല്ലാ NHകളും വലുതാവില്ലേ. NH ഇതുവരെ വലുതായിട്ടില്ല. പുഴയൊന്നുമല്ല, റോഡിൽ കൂടെ വെള്ളം ഒഴുകുക. മഴ പെയ്ത് അവിടെ ഊറ്റി വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അമ്മേ ഉണ്ട്, റോഡ് ഫുള്ളുണ്ട്. ഇങ്ങനെ ഒഴുകി 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 താഴോട്ട് പോകും. കൊണ്ടുവന്നു. പക്ഷേ ആ സ്ലോ ലീഗിലെ കളിയൊന്നും ഇവിടെ കളിക്കാൻ പറ്റിയില്ല. ഇവിടെ SB ഉണ്ട്. ഇവിടെ എന്തോരം ആൾക്കാരെ സൈൻ ചെയ്തല്ലേ. ആൾക്കാവോ വീഡിയോ എടുത്താണ് രാവിലെ. അതെ, പക്ഷെ എവിടുന്ന് കൊല്ലത്തേക്ക് എത്ര ദൂരം ഉണ്ട് നിന്റെ അഭിപ്രായം? എടാ എന്തുവാണ് കാണിക്കുന്നത്? പുറയൊക്കെ എന്ത് കാണിക്കുന്നേ? 20 കിലോമീറ്റർ ആണോ? ഇരുണ്ടോ? സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഷാറൂഖ് ഖാൻ സിനിമയിൽ നായികമാരില്ല പലട്ടെന്ന് പറയുന്ന പോലെ റോഡ് നടക്കോട്ട് തിരിഞ്ഞു വിളിച്ചെന്നു. അങ്ങനെ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഇപ്പം കൊല്ലം ഫാത്തിമ മാതാ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. വലത്തെ സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ്റെ കാണാം. മെമ്മു ഷെഡൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ പാർക്കിംഗ് ഒക്കെ ഇപ്പം ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ SBയുടെ അടുത്ത് പോയി പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. വണ്ടി ഇട്ടിട്ട് ലോക്ക് ചെയ്ത് നിർത്തുക. ഈ വണ്ടിക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കത്തില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ വരും ലോക്കായി എന്നുള്ളത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് വരികയാണ്. പണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊയിലോൺ റെയിൽവേ സ്റ്റേഷനുള്ള ആ ബിൽഡിങ് കാണാൻ. ഇപ്പം അത് മൊത്തത്തിൽ പൊളിച്ച് മാറ്റി. ഇപ്പം റോണിയും ഹർഷിയും അവിടെ ഉണ്ട്. ഞങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 7-ാം നമ്പർ കോച്ചാണ്. കോച്ച് പൊസിഷൻ 7ആണ്. 3rd AC ആണ് എത്തിയിട്ടുള്ളത്. ഹർഷ ആദ്യമായിട്ടാണ് ട്രെയിൻ കയറുന്നതെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് പുള്ളിക്കാരത്തി ഹൈദരാബാദിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ പോയെന്ന് എനിക്കറിയാം. പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. പുള്ളിക്കാരത്തിക്ക് അപ്പർ ബർത്തിൽ എങ്ങനെ വലിഞ്ഞിടിച്ച് കയറണമെന്ന് അറിയാൻ വയ്യ. സൈഡ് സീറ്റാണ് കിട്ടിയത്. അതിൻ്റെ അപ്പറാണ്. അപ്പോൾ അവിടെ എങ്ങനെ കയറണമെന്നുള്ളത് പുള്ളിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പറഞ്ഞതിലും ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി നല്ല തിരക്കുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഭാഗങ്ങളിലെല്ലാം നല്ലോണം
പണിയാണ്, ഇടിച്ച് പൊളിച്ചൊക്കെ ഇട്ടേക്കുകയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ പല ഭാഗങ്ങളിലും കൂരയില്ല. അങ്ങനെ ഹർഷ ട്രെയിൻ കയറുകയാണ്. നല്ല തിരക്കാണ്. എന്താണെന്നറിയാൻ വയ്യ, ആ ഡോറിൻ്റെ അടുത്തായിരുന്നു തിരക്ക്, മറ്റേ ഡോറിൻ്റെ അടുത്ത് തിരക്കില്ലായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഹർഷ പോകുന്നു. കണ്ണീരുമായി റോണി എന്നോടൊപ്പം ഉണ്ട്. പുള്ളിക്ക് ബാംഗ്ലൂർ ചെന്നിട്ട് എന്തോ അത്യാവശ്യം കാണുമായിരിക്കും. അങ്ങനെ ഹർഷനെ യാത്രയാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിന്നപ്പോഴാണ് എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നീണ്ടകര പോവാം, അവിടെ ഇപ്പോൾ വൈകുന്നേരമായല്ലോ, നമുക്ക് സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞു. അപ്പം നീണ്ടകരയല്ല, ശക്തികുളങ്ങര ഞങ്ങൾ പോകുന്നത്. നീണ്ടകര പാലം കയറി അപ്പുറത്ത് ഇറങ്ങുമ്പോൾ ശക്തികുളങ്ങര. ശക്തികുളങ്ങര ചെന്ന് അപ്പം ഈ പുലിമുട്ടുണ്ടല്ലോ, അപ്പം അങ്ങോട്ട് വരെ വണ്ടി കൊണ്ട് പോകാൻ പറ്റും. അവിടെ 40 രൂപയാണ് കാറിന് പാസ്. അങ്ങനെ പാസ് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ പോകാൻ. വലിയ തരക്കേടില്ലാത്തൊരു സ്ഥലം, അധികം ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന സ്ഥലമാണ്. ജസ്റ്റ് വന്നിരുന്ന് സൺസെറ്റൊക്കെ കാണാം, അങ്ങനത്തെ സ്ഥലം. അപ്പോൾ റോഷനൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ആഷിഖ് എന്നെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ വന്നൊരു ഓർമ്മയുണ്ട് ഇവിടെ. അപ്പോൾ ആ ഓർമ്മയിൽ റോഷനെ കൊണ്ടൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ വന്ന് അവിടെ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ഒരു 4-5 പേര്, അത്രയും പേരൊക്കെ ഉള്ളൂ. അപ്പം അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇതൊരു റോഡാണ്, ഈ റോഡ് ചെന്നിട്ട് കറങ്ങി ഇങ്ങി പോരുകയാണ്. റോണി, നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്നറിയോ? സൺസെറ്റ് കാണാനാണ് വന്നത്. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലേ? ആക്ച്വലി ഇവിടെ അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായൽ നമ്മുടെ കടലിലോട്ട് ഇപ്പം ഇറങ്ങുക. അവിടെ നല്ലോണം വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഓ, ആ കാണുന്ന കായൽ, ഇത് കടൽ. അഷ്ടമടി കായൽ ഇങ്ങോട്ട് ചേരുക. പൊഴിയൊക്കെ ഉണ്ടാവണ്ടല്ലേ ഇവിടെ? ഇതാണ് പൊഴി. ഇതാണോ?
റോഷ, ഞാനിപ്പം ഈ സ്പോട്ട് നിങ്ങളെ കൊണ്ടുവന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല സ്പോട്ട്. നീ കണ്ടുപിടിച്ച സ്പോട്ടല്ലാത്തതുകൊണ്ട് നിന്റേതായ യാതൊരു പാദമുദ്ര മതിയാത്തതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ വഴി തെറ്റാതെ വരാൻ പറ്റിയത്. ഒരു 6 മണി 7 മണിയാവുന്നുണ്ട്. 7 മണി അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അവമാനിക്കാതിരുന്നു. നല്ല സ്ഥലമല്ലേ? അപമാനിച്ച് ശീലമായി. നല്ല സ്ഥലമാണ്. അങ്ങോട്ട് അത് നമ്മള് നീ കല്യാണം കഴിച്ചല്ലേ? ഫാമിലിയൊക്കെ ഉണ്ടാക്കണ്ടേ? താഴോട്ട് ചാടത്തിനെ കൊണ്ടൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ നല്ല സ്ഥലമാണ്. പക്ഷെ ഇന്നെന്ത് പറ്റി? നമുക്ക് സൂര്യ അസ്തമിക്കുന്നത് അങ്ങോട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. സൂര്യൻ കടലിൽ അസ്തമിക്കുന്നത് കാണാൻ വന്നെങ്കിൽ സൂര്യൻ മേഘത്തിന്റെ അകത്തായി പോയി. അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ല. അധികം ആൾക്കാർക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. ഇവിടെ വരുന്ന സേഫ് ആണോ? ഇവിടെ വന്നാലും വീഡിയോ ചെയ്തിട്ടില്ല. അതിലേക്കാണ് രാഹുൽ ഒരു ക്യാമറയും തിരിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ വന്ന് വീഡിയോ ചെയ്തവരൊക്കെ ഉണ്ട്. നാട്ടുകാർ വന്ന് ഇങ്ങോട്ട് നല്ല സ്ഥലമാണ്. ഇതിന് ശാന്തതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. റോഷ കാറ് ഞാൻ ഓടിക്കണം. റോഷൻ രാത്രിയിൽ റോഷൻ്റെ ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്തോ തിരിച്ചു വന്നു. അപ്പം നമ്മുടെ XUV 3X അവിടെ കിടപ്പുണ്ട്. ഇത് എടുത്ത സമയത്ത് ഈ വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ റിവ്യൂ ചെയ്യാം. റെഡ് കളർ. പിന്നെ ഈ രണ്ട് വണ്ടികൾ തമ്മിലുള്ള കമ്പാരിസനും കൂടെ ചെയ്ത് എല്ലാ സെഗ്മെന്റിലും 3X. ആദ്യം എടുക്കുമ്പോൾ ഉള്ള തിളക്കമൊക്കെ പോയല്ലേ? അപ്പം അപ്പം ഇരുന്ന് കഴുകിയിട്ടാ ഞാൻ അന്നേ പറഞ്ഞ കഴിക്കരുത്. കഴിവുകൾ കൂടുതലായിരുന്നോ? കൃത്യമായി അശാസ്ത്രീയമായ രീതിയിൽ കഴുകിയതുകൊണ്ടാണ് ഈ വണ്ടിയുടെ പെയിന്റ് പോകുന്നത്. അതിന്റെ തിയറി ഉൾപ്പെടെ ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇടിക്കും, എടും. ഇതിന്റെ ബാഗിനെ പറ്റി എന്താണ് രാവിലെ വീഡിയോ? നല്ല അഭിപ്രായമാണ്. നിന്റെ ഷർട്ടിന് ചേരുന്നുണ്ട്. ഓൾഡ് ലേഡി. അതെ ശരി. എത്ര രൂപയാണ്? 550. ഒന്നുകൂടെ കാണിച്ചേ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കേരളപുരത്തുള്ള എഴുത്താണിയിൽ കയറി. എഴുത്താണി കേരളപുരത്ത് 2 എണ്ണം ഉണ്ട്. എല്ലാവരും കേട്ടിട്ടുള്ളതും ഫേമസും ആയിട്ടുള്ള എഴുത്താണിയല്ല. അവിടെ അല്ല ഞങ്ങൾ കയറിയത്. അതിനിപ്പുറത്ത് മറ്റൊരു എഴുത്താണി ഇവിടെ ഉണ്ട്. അവിടെ കയറി ഞങ്ങൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും ഒക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് പോരുകയാണ്. അപ്പോൾ എഴുത്താണിയുടെ ബോർഡ് 70 എന്നുള്ളതില്ല, താണി മാത്രമേ ഉള്ളൂ. അപ്പോൾ റെസ്റ്റോറൻ്റ് എന്നുള്ള വീഡിയോയിൽ നോക്കുമ്പോൾ A ഒക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അല്ല, നമ്മൾ നോക്കുമ്പോൾ A ഒക്കെ ഇല്ല. ഭയങ്കര പൂർലി മാനേജ്ഡ് ആണ് സിസ്റ്റമൊക്കെ. പക്ഷേ ഫുഡ് വലിയ കുഴപ്പമില്ല. അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരികയാണ്. പിന്നെ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം പാട്ടിട്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ സൗണ്ട് മ്യൂട്ടാക്കിയതാണ്. കാരണം നല്ല പാട്ടൊക്കെ ഇട്ടാണ് വരുന്നത്. പക്ഷേ ഇത് പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് തോന്നുന്നു. അപ്പം റോണി അതിനകത്ത് F1 റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ F1 റൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അവന്മാരെന്നെ എഴുകോൺ ഇറക്കിയിട്ട് അവർ പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ പോകുന്ന പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞ്. ഞാൻ ഇതൊന്നും അറിയാതെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് താക്കോലില്ല. അത് കാറി വീണോ, ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ വീണോ, അതോ ബീച്ചിൽ പോയപ്പോൾ അവിടെ പോയോ, ഒരു പിടിയുമില്ല. താക്കോൽ നഷ്ടപ്പെട്ട്. ഇതൊന്നും അറിയാതെ ഞാൻ ബൈക്കിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ടാണ് താക്കോൽ തപ്പുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അപ്പോഴേക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, താക്കോൽ പോയി. താക്കോല് കാണുന്നില്ല. ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഇപ്പം എന്നെ വന്ന് മിക്കതും ചീത്ത വിളിക്കും. വായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. ഇവിടെ വരാതെ വരുന്നുണ്ട്.
കാണുന്നില്ല. ബൈക്കിൻ്റെ താക്കോല് പോയി. വീട്ടിൽ പോയി വേറെ താക്കോൽ എടുത്തോണ്ട് വരാം. എന്തുപാടാ ഒന്ന് കൊണ്ടുപോടാന്ന്, എന്തുപാടാ ചന്തോ നീ? എടാ താക്കോലത്തോടെ വന്നാ മതി നീ. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ തന്നെ എന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ട് തിരിച്ച് എന്നെയും കൊണ്ട് എഴുകോണ് വന്ന് ഞാൻ സ്പെയർ താക്കോൽ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോയി. അവൻ ഭയങ്കര ക്ഷീണിച്ചായിരുന്നു അവൻ വന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വായിൽ നിന്ന് നല്ല മനോഹരമായ വാക്കുകൾ പൊഴിയുന്നുണ്ടായിരുന്നു. എന്നാലും സ്നേഹമുള്ളവനാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ എത്തി. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്തവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും കാണാം.